ഇനി ഹെയർ ഡൈ അടിച്ചാൽ പണിപാളും. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നരച്ച മുടി കറുപ്പിക്കാനായി ഹെയർ ഡൈ ഉപയോഗിക്കുക എന്നുള്ളത്. ഹെയർ ഡൈ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനാണ് ഈ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്താണ് ഈ സർക്കുലറിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഹെയർ ഡൈ. സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ ഒന്നാണ് ഹെയർ ഡൈ. പുരുഷന്മാർ താടിയും മീശയും കറുപ്പിക്കാനും അതേപോലെ മുടി കറുപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. സ്ത്രീകൾ മുടി കറുപ്പിക്കാനും ഉപയോഗിക്കുന്നു. ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരാൾ ഡൈ ഉപയോഗിച്ച് തുടങ്ങുന്നു. ശരാശരി ഒരു പ്രായം അതാണ്. അപ്പോഴാണ് നര വീണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹെയർ ഡൈയുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്ര ഡ്രഗ് കൺട്രോൾ വിഭാഗം ഈ സർക്കുലർ അടിയന്തരമായി പുറത്തിറക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ പേരുള്ളതും പേരില്ലാത്തതുമായ ലക്ഷക്കണക്കിന് ബ്രാൻഡുകളുടെ ഹെയർ ഡൈകൾ വിപണിയിലുണ്ട്. ഈ ഹെയർ ഡൈകൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പലരിലും പല രീതിയിലാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഇത്തരമൊരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. നമ്മൾ നിറം വർദ്ധിപ്പിക്കാനായി നിരവധി കുത്തിവെപ്പുകൾ നടത്താറുണ്ട്. അതേപോലെ മുഖത്ത് ചുളിവ് മാറ്റാൻ വേണ്ടി ബോട്ടോക്സ് അടക്കം ഫില്ലേഴ്സ് അടക്കമുള്ള കുത്തിവെപ്പുകൾ നടത്താറുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അതായത് സൗന്ദര്യ വർദ്ധക വസ്തു നിയമം എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിലുണ്ട്. ആ നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ല ഈ കുത്തിവെപ്പുകളൊന്നും. അതൊക്കെ മെഡിക്കൽ ഉള്ള അല്ലെങ്കിൽ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട ഡോക്ടറുമായി ബന്ധപ്പെട്ട MBBS അല്ലെങ്കിൽ നമ്മുടെ സയൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഈ പറയുന്ന സൗന്ദര്യ വർദ്ധക വസ്തു നിയമത്തിന്റെ കീഴിൽ പെടുന്നതല്ല ഈ മുഖത്തെ ചുളിവ് മാറ്റാനുമുള്ള നിറം വെക്കാനുമുള്ള നിരവധി കുത്തിവെപ്പുകൾ, ഭാരം കുറയ്ക്കാനുള്ള കുത്തിവെപ്പുകൾ, ഇതൊന്നും തന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തു നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ല. അതുകൊണ്ട് ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ക്ലിനിക്കുകളാണ് ഇപ്പോൾ കൂണുപോലെ മുളച്ചു പൊന്തിയിരിക്കുന്നത്. ബോട്ടോക്സ് അടിച്ചാൽ നിങ്ങളുടെ യൗവനം തിരിച്ചു കിട്ടും. അതേപോലെ ഫില്ലേഴ്സ് മുഖത്ത് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൗവനം തിരിച്ചു കിട്ടും. ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി പരസ്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഇത്തരം ക്ലിനിക്കുകൾ എല്ലായിടത്തും, നഗര ഗ്രാമ ഭേദമില്ലാതെ എല്ലായിടത്തും ഇത്തരം ക്ലിനിക്കുകൾ വ്യാപകമായിരിക്കുകയാണ്. ഇതിനെതിരെയും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഈ കുത്തിവെക്കുന്നത്, നിറം വെക്കാൻ അടക്കമുള്ള കുത്തിവെപ്പ് നടക്കുന്നത് രാസവസ്തുക്കളാണ്. അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ഈ ഡൈയുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ തന്നെ പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഈ സർക്കുലറിൽ പറയുന്നത്. ഒന്ന്, ഡൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ട്, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയുന്ന പേരിൽ നമ്മൾ കുത്തിവെക്കുന്ന ഈ രാസപദാർത്ഥങ്ങൾ. ഇത് രണ്ടിനെ സൂക്ഷിക്കുക. ഇനി ഹെയർ ഡൈയിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മുൻനിര ബ്രാൻഡുകൾ പോലും ഈ ഉപഭോക്താവിന് വായിക്കാൻ തക്ക വിധത്തിൽ എഴുതുന്നില്ല എന്നുള്ളതാണ് ഈ സർക്കുലറിൽ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ ഡൈയിൽ എന്തെല്ലാം കെമിക്കലുകൾ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി വായിക്കാൻ തക്ക വിധം രേഖപ്പെടുത്തണം. ആ കവറിൽ രേഖപ്പെടുത്തണമെന്നാണ് ഈ സർക്കുലറിൽ പറയുന്ന ഒരു കാര്യം. ഈ സൗന്ദര്യവർദ്ധക വസ്തു നിയമം അനുസരിക്കണം. ഒപ്പം തന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ പാലിക്കണം. ഈ രണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഡൈകൾ ഇനി മുതൽ പുറത്തിറക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സർക്കുലറിൽ പറയുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഇന്ത്യയിൽ വ്യാജമായ ഡൈകളും അതേപോലെ തന്നെ കൃത്യമായ നിബന്ധനകൾ പാലിക്കാത്തതുമായ ഡൈകളെ പിടിച്ചെടുക്കാനും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുമുള്ള അവസരമാണ് ഈ ഒരു സർക്കുലറിൽ കൂടി ഒരുങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് പരിശോധിക്കാനുള്ളത് ഒരു ഹെയർ ഡൈയിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്. ആ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇന്ന് ഒരു സർക്കുലർ ഇറക്കാനുള്ള കാരണം. അതുകൊണ്ട് ഈ സർക്കുലർ ഇറക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ് നമുക്ക് പരിശോധിക്കാം. ഈ ഡൈകൾ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാസവസ്തു എന്ന് പറയുന്നത് PPD എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാരാഫിനൈൽ ഡിയാമൈൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. ഇത് ശരീരത്തിൽ തടിപ്പുണ്ടാകാനുള്ള കാരണമുണ്ടാകും, ശ്വാസ തടസ്സമുണ്ടാകാനുള്ള കാരണമാണ്, ചിലർക്ക് വലിയ തോതിൽ അലർജി ഉണ്ടാകാനുള്ള കാരണം ഈ PPD കാരണം ഉണ്ടാകുന്നു. രണ്ടാമത് അമോണിയയാണ്. നമ്മൾ കാണുന്ന മിക്കവാറും ഡൈകൾ അമോണിയ ഫ്രീ എന്നൊക്കെ എഴുതി വെച്ചേക്കും. എങ്കിൽ പോലും ഈ അമോണിയയാണ്
ഈ ഡൈയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മുടിയുടെ ഈ പുറംതൊലി ഭേദിച്ച് അതിനകത്തേക്ക് ഈ കളറിനെ തള്ളിവിടുന്ന ചുമതലയാണ് അമോണിയയ്ക്കുള്ളത്. നമ്മുടെ പുറത്തെ മുടിയുടെ ബാഹ്യഭാഗം തുരന്ന് അകത്തേക്ക് കളറിനെ എത്തിക്കുക എന്നുള്ളതാണ് അമോണിയയുടെ കടമ. ഈ അമോണിയ ഗുരുതരമായിട്ടുള്ള നിരവധി അസുഖങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു. ചൊറിച്ചിൽ, തടിപ്പ്, പൊള്ളൽ, ചുമ, തൊണ്ടവേദന. അപ്പോൾ ഒരു ചുമയുണ്ടായാൽ നമ്മൾ വിചാരിക്കുമ്പോൾ അത് സ്വാഭാവികമായ ഒരു രോഗമാണ്. ചുമ എന്ന രോഗമാണ്. നമ്മൾ ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കഴിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വില്ലനായി വരുന്നത് ഹെയർ ഡൈയിലെ അമോണിയയാണ്. അത് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അമോണിയ അടങ്ങിയിട്ടുള്ള ഡൈ സൂക്ഷിക്കുക. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതുക, അമോണിയ അടങ്ങിയ ഡൈ ആണെന്ന് എഴുതുക. മൂന്നാമതായിട്ടുള്ള ഒരു രാസവസ്തു എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇതൊരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മിക്ക ഹെയർ ഡൈയിലെയും സജീവമായിട്ടുള്ള ഒരു ഘടകമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ചിലരിൽ ചർമ്മരോഗത്തിനുള്ള സാധ്യത ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ചിലരുടെ തലയിൽ പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യത ഈ ഒരു രാസവസ്തു മൂലമുണ്ടാകാറുണ്ട്. നാലാമതായി റിസോൾട്ടിനോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. അത് ഡൈക്ക് നിറം നൽകുന്ന സ്വാഭാവികമായിട്ടുള്ള ആ പ്രക്രിയയെ സഹായിക്കാനുള്ള ഒരു ഘടകമാണ് ഈ റിസൈസോൾ എന്ന് പറയുന്ന അതാണ് ഗുരുതരമായിട്ടുള്ള മറ്റൊരു രാസവസ്തു. ആ രാസവസ്തു നമ്മുടെ ഹോർമോൺ തകരാറിലാക്കുന്നു. അത് സ്ത്രീയുടെയും പുരുഷന്റെയും ഈ ഹോർമോണിലുള്ള ഈസ്ട്രജൻ ഹോർമോണിൽ, സ്ത്രീകളുടെ ആണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണിൽ, പുരുഷന്റെ ആണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൽ, ഇതിലൊക്കെ വലിയ വ്യതിയാനം വരുത്താൻ ഈ ഒരു രാസവസ്തുവിന് കഴിയും. അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം വളരെ മാരകമാണ്. മറ്റൊന്ന് എഥനോളാണ്. അത് അമോണിയയ്ക്ക് പകരമായി ഇപ്പൊ നോ അമോണിയ എന്ന് പറയുന്ന നമ്മൾ ഒരു ബ്രാൻഡ് വാങ്ങിക്കുന്നെങ്കിൽ, അത് കണ്ട് നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ അതിൽ എഥനോൾ ചേർന്നിരിക്കും. ആ എഥനോൾ എന്ന് പറയുന്നത് മണമില്ലാത്തൊരു വസ്തുവാണ്. അതും നിരവധി ചർമ്മരോഗങ്ങൾക്കും അലർജിക്കും കാരണമാകുന്ന ഒന്നാണ്. അതേപോലെ മറ്റൊന്ന് ആറാമത്തേത് ടോലുറിൻ 2,5 ഡയമിൻ. ഇതിന് രണ്ടുകൂടെ ചേർത്തിട്ട് TDA എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ DNA-യിൽ ഗുരുതരമായിട്ടുള്ള അസുഖം ഉണ്ടാക്കും. DNA-യിൽ ഗുരുതരമായിട്ടുള്ള വ്യതിയാനം സംഭവിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ വരുന്ന തലമുറയെ പോലും അത് ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ DNA-യിലുള്ള വ്യതിയാനം നിരവധി അസുഖങ്ങൾക്ക് കാരണമാകും. അത് ജനിതക വൈകല്യം അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാണ് ഈ DNA-യിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രാസവസ്തുവാണ് ഈ TDA. മറ്റൊന്ന് ലെഡ് അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അത് ചില രാജ്യങ്ങളിൽ അത് നിരോധിച്ചിട്ടുണ്ട്. കാരണം ഡൈയിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ള ഒരു രാസവസ്തുവാണ് ലെഡ് അസറ്റേറ്റ്. പക്ഷേ ഇന്ത്യൻ വിപണിയിൽ കിട്ടുന്ന മിക്ക ഡൈകളിലും ഈ ലെഡ് അസറ്റേറ്റിന്റെ സാന്നിധ്യമുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓർമ്മക്കുറവ്, വൃക്ക തകരാറ്, ഹൃദയ സംബന്ധമായ പ്രശ്നം, അസ്ഥിരോഗം, ഗർഭിണികൾക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗർഭസ്ഥ ശിശുവിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ലെഡ് അസറ്റേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ഈ മറ്റൊന്ന് ഏറ്റവും അവസാനമായി പറയുന്നത്, ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കൽക്കരി അടങ്ങിയ ടാർ ഡെറിറ്റേറ്റുകളാണ്. ഇത് ദീർഘകാലം ഈ ഡൈയുടെ നിറം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതായത് നമ്മളിപ്പോൾ ഡൈ ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ ആ ഒരു മാസം നീണ്ടു നിൽക്കാൻ വേണ്ടി, ഈ കളർ നിലനിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ടാർ ഡെറിറ്റേറ്റുകൾ. അതും ഗുരുതരമായിട്ടുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാവുന്ന സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കും എല്ലാം കാണണമെന്നില്ല. ചിലർക്ക് ഇതൊക്കെ ഉപയോഗിച്ചാൽ ഒന്നും സംഭവിക്കില്ല, പക്ഷെ ചിലർക്ക് ഇതൊക്കെ ഉണ്ടാകാം. അത് ഒരു കോമൺ എന്ന നില, എല്ലാവർക്കും ബാധകമാണ് എന്ന നിലയിലല്ല ഈ രോഗങ്ങളുടെ പട്ടിക പറഞ്ഞത്. പക്ഷേ ചിലർക്കൊക്കെ ഈ ഒരു അംശം, ഈ ഒരു രാസവസ്തുക്കളുടെ സാന്നിധ്യം, ഈ രാസവസ്തുക്കളുടെ അംശം ശരീരത്തിൽ ചെന്നാൽ ഈ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാകും. പിന്നീട് എടുത്തു പറയുന്ന ഒരു കാര്യം ആദ്യം പറഞ്ഞു തന്നെയാണ്, പോയി കുത്തിവെക്കുമ്പോൾ ഓർക്കണം, നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടി കുത്തിവെക്കുന്ന ഗ്ലൂട്ടോത്തയോണൊക്കെ നിരവധി അങ്ങനെ IV ട്രിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഈ സൗന്ദര്യ വർദ്ധക വസ്തു നിയമത്തിന്റെ കീഴിലുള്ളതല്ല. അതൊക്കെ തന്നെ മെഡിക്കൽ നിയമത്തിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നതിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും കുത്തിവെച്ചാൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. വേറെ ഒന്നും തന്നെ ആർക്കും പോയി പരാതി പറയാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയം അനുഭവിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഈ പറയുന്ന ഡൈ ഇറക്കുന്ന കമ്പനികൾ 2 മാനദണ്ഡങ്ങൾ പാലിക്കുക. ഒന്ന്, ഇന്ത്യയിൽ നിലവിലുള്ള സൗന്ദര്യവർദ്ധക വസ്തു നിയമം പാലിക്കണം. 2, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. അതായത് വ്യക്തമായി തന്നെ ഇതിലെന്തെല്ലാം അടങ്ങിയിരിക്കുന്നു, അത് ഉണ്ടാക്കാൻ ഇടയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണ് എന്നതൊക്കെ കൃത്യമായി തന്നെ ഡൈകളിൽ രേഖപ്പെടുത്തണമെന്നാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.